Hi, welcome back. A very good morning to all of you. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് സെമസ്റ്റർ BCOM SDE കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇത്. സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. കാരണം റെഗുലർ സ്റ്റുഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഡിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമില്ലായ്മ. ഇതിനെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മയാണ്. ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോരായ്മകളാണ്. അതിൽ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഓൺലി ഓൺ ആൻ ആവറേജ് മാത്രമാണ്. എക്സാക്റ്റ് 100% ആക്യുറേറ്റ് റിസൾട്ട് അല്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക് ഡസ് നോട്ട് സ്റ്റഡി ദി ഇൻഡിവിജ്വൽ കേസ്. ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിൻ്റെ കേസസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മാസ് ഓഫ് ഫിഗേഴ്സിൻ്റെ ആവറേജ് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. അതായത് ഓരോരാളുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ചില ആൾക്കാർ സ്റ്റാറ്റിസ്റ്റിക്സിനെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യും, ചില ആൾക്കാർ അതിനെ മോശം രീതിയിൽ ഡിഫൈൻ ചെയ്യും. അതിനെ മനസ്സിലാക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. വൺ ക്യാൻ മേക്ക് ആൻ ഈവിൾ ഓർ വൺ ക്യാൻ മേക്ക് എ ഗോഡ്. സെയിം ഡാറ്റ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഗോഡായിട്ടും മോശം രീതിയിൽ ഉപയോഗിച്ചാൽ അതിനെ ഈവിളായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് ഇൻഡിവിജ്വൽ കേസസ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി വൺ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ദ പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു മെത്തേഡ് മാത്രമാണ്, അല്ലാണ്ട് ഇത് കംപ്ലീറ്റ് അല്ല. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് മെഡിസിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. പിന്നെ പറയുന്നത് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഒരുപാട് ഓതേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഹൊറൈസ് സീക്രീസ്റ്റിൻ്റെ ഡെഫിനിഷൻ. According to him, statistics are the aggregates of facts affected to a marked extent by multiplicity of causes, numerically expressed or enumerated according to a reasonable standards of accuracy, collected in a systematic manner for a predetermined purpose and should be placed in relation to each other. അതൊരു ലെങ്തി ഡെഫിനിഷൻ ആണെങ്കിൽ കൂടി തന്നെ അതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഓരോ സെൻറ്റൻസും ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് എന്ന് പറയാം, affected to a marked extent എന്ന് പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ take into account the multiplicity of causes എന്ന് പറയാം. Statistics are the numerical statement of facts എന്ന് പറയാം. Statistics should be compared എന്ന് പറയാം. So these are the features of statistics. The next question എന്ന് പറഞ്ഞാൽ what are the applications of quantitative techniques in business ആണ്. The next, what is statistical investigation and what are the phases or stages in statistical investigation. അപ്പോൾ statistical investigation എന്ന് പറഞ്ഞാൽ it is the search for detailed knowledge about some problem through statistical devices. Statistical devices ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ലോങ് ആൻഡ് കോംപ്രഹെൻസീവ് പ്രോസസ്സാണ്. സോ ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വേരിയസ് സ്റ്റേജസ്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് പ്ലാനിങ് ദ എൻക്വയറി. ദെൻ നെക്സ്റ്റ് വൺ കളക്ഷൻ ഓഫ് ഡാറ്റ. Third one, organization of the collected data. Then fourth one, presentation of the organized data. Then fifth one, analyzing the presented data. Then last one, interpretation of the collected data and forecast. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾ സ്വന്തം ഓൺവേർഡ്സിൽ എഴുതാം. ഇത് മൊത്തം എനിക്ക് ഒരു 22ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മൊത്തം ഡിസ്കസ് ചെയ്താൽ ഇതിൻ്റെ അപ്ലോഡിങ് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് സ്പീഡാക്കുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ? മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ മെയിൻലി രണ്ടായിട്ട് തരംതിരിക്കുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി മെത്തേഡ് എന്നുള്ള ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. പ്രൈമറി മെത്തേഡിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതായത് ക്വസ്റ്റ്യനെയർ മെത്തേഡിലൂടെ നമ്മൾക്ക്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡിലൂടെ, അതുപോലെ തന്നെ ഷെഡ്യൂൾ മെത്തേഡിലൂടെ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിലൂടെ, ലോക്കൽ കറസ്പോണ്ടൻസിലൂടെ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് പേഴ്സൺസിൻ്റെ അടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതുവഴി നമുക്ക് ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ ഡാറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷെഡ്യൂൾ വഴി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ടെലിഫോണിക് ഇൻ്റർവ്യൂ പോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ചാൽ പറ്റും. പിന്നെ സെക്കൻഡറി സോഴ്സിൽ പറയുന്നതാണ് ന്യൂസ് പേപ്പർ പോലെയുള്ള കമ്പനീൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പോലെയുള്ള പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. ഓൾറെഡി
പിന്നെ ഓൾറെഡി തയ്യാറാക്കി വെച്ച റിപ്പോർട്ട് നമ്മളെ പർപ്പസിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് ഡാറ്റ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ. അത് ഫ്രഷ് ഹാൻഡ് ഡാറ്റ അല്ല, വേറെ ആരോ അവരുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്തു വെച്ച ഡാറ്റ നമ്മളെ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അല്ലെങ്കിൽ റാൻഡം ആൻഡ് നോൺ റാൻഡം എന്ന് പറയാം. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പ്രത്യേക ബേസിസ് ഓഫ് സെലക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഹിയർ ദ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവർ ടേക്ക് സാമ്പിൾ ഓൺ എ റാൻഡം ബേസിസ്, ദാറ്റ് ഈസ് എവറി എലമെൻറ്റ് ഇൻ എ സാമ്പിൾ പോയിന്റ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ടഡ്. അതായത് എല്ലാത്തിനും ഒരേ ചാൻസ് പ്രിഫറൻസ് ആണ് റാൻഡം സെലക്ഷനിൽ. ദെൻ നോൺ റാൻഡം ആണെങ്കിൽ അങ്ങനെ ഈക്വൽ ചാൻസ് അല്ലാതെ. അപ്പോൾ റാൻഡം സെലക്ഷൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ഒന്ന് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പോലെയുള്ള സാമ്പിളിംഗ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പോലെയാണ് സാമ്പിളിങ്ങിൻ്റെ മെത്തേഡ്സ്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ റാൻഡം സാമ്പിളിംഗ് പോലെ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് വേർ ദ സാമ്പിൾസ് ആർ ടേക്കൺ വേർ ദ സാമ്പിൾസ് ഗോട്ട് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് ആണ്. ഒന്നിനും ഒരു പ്രത്യേക പ്രിഫറൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സാമ്പിൾ എടുക്കുന്ന ഒരു പ്രത്യേക ഇൻ്റർവെൽ വെച്ചിട്ടാണ്. അതായത് പോപ്പുലേഷൻ സൈസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ ഇട്ട് നമുക്ക് ഇൻ്റർവെൽ കിട്ടും. ആ ഇൻ്റർവെല്ലിൻ്റെ അടിസ്ഥാനം ആദ്യം ഇൻ്റർവെൽ തീരുമാനിക്കുക, കെ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ആ ഇൻ്റർവെല്ലിൻ്റെ ഇപ്പോൾ നമുക്ക് ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ കിട്ടിയത് കെ = 10 ആണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ സപ്പോസ് 1 മുതൽ 10 വരെയുള്ള നമ്പറിൽ നിന്ന് ഒരു മൂന്നാമത്തെ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ ഈ 3 എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 3-നോട് കൂടി ഇൻ്റർവെൽ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 10 കൂട്ടാപ്പ് 13. അപ്പോൾ നെക്സ്റ്റ് എടുക്കേണ്ടത് 13ാമത്തെ ആളാണ്. പിന്നെ നെക്സ്റ്റ് എടുക്കുന്നത് വീണ്ടും 10 കൂട്ടി 23ാമത്തെ ആളെയാണ്. അങ്ങനെ ഗോസ് ഓൺ ആ കംപ്ലീറ്റ് പോപ്പുലേഷൻ്റെ സൈസ് എത്തുന്നവർ നമ്മളിങ്ങനെ സാമ്പിൾ എടുക്കും. അതാണ് സിസ്റ്റമാറ്റിക്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പോപ്പുലേഷനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് സ്റ്റാറ്റസ് ആക്കി മാറ്റും. ഹിട്രോജീനസ് പോപ്പുലേഷൻ്റെ കേസിലാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് ഉപയോഗിക്കുക. എന്നിട്ട് ആ ഹിട്രോജീനസ് പോപ്പുലേഷനെ നമ്മൾ എന്താക്കിയ ഓരോ തരം ഹോമോജീനസ് സ്റ്റാറ്റസ് ആക്കി മാറ്റുക. എന്നിട്ട് ആ സ്റ്റാറ്റസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ക്ലസ്റ്റർ സാമ്പിളിങ്ങും അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുക. അപ്പോൾ ഇതാണ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ മെത്തേഡ്. നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ബേസിസ് ഓഫ് ഫോർമുല ഇക്വേഷൻസ് ഒന്നും തന്നെയില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്ററുടെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച്, പേഴ്സണൽ കൺവീനിയൻസിനനുസരിച്ചിട്ട് അവരുടെ സമയത്ത് അവർ ഇഷ്ടത്തിന് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്താണോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻ്റ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ കൺവീനിയൻസ് സാമ്പിളിംഗ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സ്നോബോൾ സാമ്പിളിംഗ് ഒരു എക്സാമ്പിളാണ് നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ. അപ്പോൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടൈപ്പ് സാമ്പിളിംഗ് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് പിന്നെ നമ്മളെ പോപ്പുലേഷൻ ഒരു പിന്നെ ഇന്നാക്സസിബിളായ കേസിൽ, അതായത് പോപ്പുലേഷൻ വളരെ വൈഡാണ് അവിടെ, അതുമാത്രമല്ല നമുക്ക് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ, അതായത് നമ്മളെ ഒബ്ജക്റ്റീവ്സ് സ്റ്റഡീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് അവർക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായ കേസിലാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. അതിലൂടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടോപ്പിക്കിനനുസരിച്ചിട്ടുള്ള ഡാറ്റേൻ്റെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ, 1-2 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിലൂടെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് ഐ വാണ്ട് ടു കളക്ട് ദ ഡാറ്റാസ് ഓഫ് ഹോംലെസ് പീപ്പിൾ ഇൻ അവർ ലൊക്കാലിറ്റി. എൻ്റെ ലൊക്കാലിറ്റിയിലെ വീടില്ലാത്ത ആൾക്കാരുടെ ഡാറ്റ എനിക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ സ്നോബോൾ സാമ്പിളിംഗ് ആണെങ്കിൽ നമ്മളെ പ്രദേശത്തിലെ 1-2 വീടില്ലാത്ത ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരിലൂടെ ഈ നാട്ടിൽ എത്രത്തോളം വീടില്ലാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ്. അതായത് കംപ്ലീറ്റ് പോപ്പുലേഷൻ ഇന്നാക്സസിബിൾ ആണ്, അല്ലെങ്കിൽ വേറൊരിടത്ത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ പറയാൻ മടിക്കുന്ന കേസിലാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ സാമ്പിൾ എറർ ആണ്. സാമ്പിൾ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോപ്പുലേഷനകത്ത് നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എററിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എറർ sampling errors arises due to drawing inferences about the population on the basis of sample. അതായത് സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പോപ്പുലേഷൻ്റെ മൊത്തം പിന്നെ എന്താ പറയണ്ടേ
ഇൻഫറൻസസ് കൺക്ലൂഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് എറേഴ്സ് വിച്ച് ആർ അറൈസിങ് അറ്റ് ദ ടൈം ഓഫ് ഡ്രോയിങ് ഇൻഫറൻസസ് അബൌട്ട് ദി പോപ്പുലേഷനെ കുറിച്ചുള്ള ഇൻഫറൻസസ് കൺക്ലൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എററാണ് സാമ്പിളിംഗ് എറർ. അപ്പോൾ ഇറ്റ് മേ ബി ബയാസ്ഡ് ഓർ അൺബയാസ്ഡ്. സാമ്പിളിംഗ് എറർ ഒന്നുകിൽ ബയാസ് ആയിരിക്കും, അല്ലെങ്കിൽ അൺബയാസ്ഡ് ആയിരിക്കും. എന്തായാലും ഈ സാമ്പിൾ എടുക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് എററാണ്. അത്ര തന്നെ കെയർ എടുത്തു കഴിഞ്ഞാലും ഈ സാമ്പിളിംഗ് എറർ അവിടെ സംഭവിക്കും. അതാണ് സാമ്പിളിംഗ് എറർ. പിന്നെ വരുന്ന വാട്ട് ആർ ദ ലോസ് ഓഫ് സാമ്പിളിംഗ്. ലോസ് ഓഫ് സാമ്പിളിംഗ് രണ്ട് തരത്തിലുണ്ട്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ആൻഡ് ലോ ഓഫ് ഇനേഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ if a moderately large number of items are selected at random from a given population, the characteristics of those items will reflect. അതായത് നമ്മളിപ്പോൾ പിന്നെ ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻസിൽ നിന്ന് ഒരു കുറച്ച് ഡാറ്റാസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്ത ഡാറ്റാൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ പോപ്പുലേഷൻ്റെ സ്വഭാവത്തെ റെപ്രസെൻറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ലോ ഓഫ് ഇനേഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് സ്റ്റേറ്റ്സ് ദാറ്റ് in a large mass of data abnormalities will occur, but in all cases probability exceptional items will offset each other. അതായത് ഏകദേശം രണ്ടിനും സെയിം മീനിങ് തന്നെയാണ് പറഞ്ഞത്. ദ ലാർജർ ദ നമ്പർ ഓഫ് ഐറ്റംസ് ചൂസൺ ഫ്രം ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ, ദ ഗ്രേറ്റർ ഇസ് ദ പോസിബിലിറ്റി ഓഫ് ആക്യുറസി. അതായത് നമ്മൾ പോപ്പുലേഷൻ്റെ അകത്തു നിന്ന് ലാർജർ സൈസിലുള്ള സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ആക്യുറസി കൂടുതലായിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയും അതുപോലെ തന്നെ ലോ ഓഫ് ഇനേഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സും പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ടാബുലേഷൻ? വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ ടേബിൾ ആൻഡ് വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടേക്കൺ വൈൽ ഫ്രെയിമിങ് എ ടേബിൾ? അപ്പോൾ ടാബുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഐദർ ഇൻ റോസ് ആൻഡ് കോളംസ് ആണ് ടാബുലേഷൻ. അപ്പോൾ ടാബുലേഷൻ്റെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ നമ്പർ വേണം, ടൈറ്റിൽ വേണം, അതുപോലെ തന്നെ സ്റ്റെപ്സ് വേണം, ക്യാപ്ഷൻ വേണം. ഇതുപോലെയാണ് ടേബിളിൻ്റെ പിന്നെ പാർട്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആൻസേഴ്സ് എല്ലാം നമ്മൾ മുമ്പിലെ തന്നെ പിന്നെ ടെക്സ്റ്റിൽ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ നമ്പർ വേണം, ടൈറ്റിൽ ഓഫ് ദ ടേബിൾ വേണം, ഹെഡിങ് വേണം, സ്യൂട്ടബിൾ ഹെഡിങ് വേണം, ക്യാപ്ഷൻ വേണം, അതായത് ഓരോന്നിൻ്റെ കോളത്തിന് ഹെഡിങ് വേണം, സ്റ്റെപ്സ് വേണം, ഓരോ റോവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോ ഹെഡിങ് വേണം. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ബോഡി ഓഫ് ദ ടേബിൾ, അത് വേണം. അതില്ലെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ മെയിൻ പിന്നെ യൂസ് തന്നെ യൂസ്ലെസ് ആയി മാറും. ദെൻ ഹെഡ് നോട്ട് വേണം. ഹെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രീഫ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈയിങ് ടു ദ മേജർ പാർട്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ ടേബിളാണ്. അതുപോലെ തന്നെ ഫുട് നോട്ട്. ഫുട് നോട്ട്സ് ആർ പ്ലേസ്ഡ് ഡയറക്ട്ലി ബിലോ ദ ബോഡി ഓഫ് ദ ടേബിളാണ്. ഇതാണ് പാർട്സ് ഓഫ് ദ ടേബിൾ വരുന്നത്. പിന്നെ നമ്മൾ ടേബിളിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ആർ ദ റൂൾസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ കൺസ്ട്രക്ടിങ് ദ ടേബിളാണ്. അതിലൊന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത്, ടേബിൾ ഷുഡ് ബി കോമ്പാക്റ്റ് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ടേബിൾ ഷുഡ് നോട്ട് ബി ഓവർലോഡഡ് വിത്ത് ടു മച്ച് ഡീറ്റെയിൽസ് ആവാൻ പാടില്ല. പിന്നെ ആൽഫബറ്റിക്കലി ഓർ ക്രോണോളജിക്കലി ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ ലൈൻസ് മസ്റ്റ് ബി ഇൻ എ പ്രോപ്പർ ഫോം ആയിരിക്കണം. ദെൻ പ്രോപ്പർ ടൈറ്റിൽ ഷുഡ് ബി പ്രൊവൈഡഡ്. ദെൻ ഹെഡിങ് മസ്റ്റ് ബി പ്രിസൈസ് ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്പർ ഓഫ് ഹെഡിങ്സ് കഴിയുന്നത്രയും ചുരുക്കണം. അതുപോലെ തന്നെ ഈ റിപ്പീറ്റഡ് വരുന്ന വേർഡ്സിലും നമ്മൾ ഡിറ്റോ മാർക്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അബ്രീവിയേഷൻ ഒക്കെ പരമാവധി ഒഴിവാക്കണം. പിന്നെ നമ്മൾ ഫിഗേഴ്സ് ന്യൂമറിക്കൽ ഡാറ്റ ഉപയോഗിക്കുമ്പം കഴിയുന്നതും ഡെസിമൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ റൗണ്ടഡ് ഫിഗർ ആയിരിക്കണം. പിന്നെ ഡിറ്റോ മാർക്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ആവറേജ് ആൻഡ് വാട്ട് ആർ ദ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ്? ആവറേജ് മീൻസ് എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരാശരി കാണാം. ആവറേജ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ആവറേജ്. ആവറേജ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ദ ആവറേജ് ഫ്രം എമംഗ് ദ ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ആവറേജ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇറ്റ് മസ്റ്റ് ബി ആൻ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ആവറേജ് ഒരിക്കലും ഇറ്റ് ഷുഡ് നോട്ട് ബി അൺഡ്യൂലി ഇഫക്റ്റഡ് ബൈ ദ എക്സ്ട്രീം ഐറ്റം. ആവറേജ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, ഈസി ടു കാൽക്കുലേറ്റ് ആയിരിക്കണം, അതിൻ്റെ ഫോർമുല സിമ്പിൾ ആയിരിക്കണം. അതുപോലെ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് ഒന്നും വിധേയമാകാൻ പാടില്ല. അതുപോലെ ഈ അബ്നോർമാലിറ്റീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ശരാശരി എന്ന് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സാക്റ്റ് റെപ്രസെൻ്റ് ചെയ്തായിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. അതുപോലെ പ്രോപ്പർട്ടീസ്. പിന്നെ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഹാർമോണിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ? ഹാർമോണിക് മീനും ജോമെട്രിക് മീനും എന്ന് പറയുന്നത് ആവറേജ് കാണാനുള്ള രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ആണ്. അപ്പോൾ ഹാർമോണിക് മീൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ ആവറേജ്, ജോമെട്രിക് മീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഫൈൻഡ് ദ ആവറേജ് ഇൻക്രീസ് ഇൻ സെയിൽസ്, പ്രൊഡക്ഷൻ അതുപോലെയുള്ളത് നോക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾ ഹാർമോണിക് മീൻ ഉപയോഗിക്കുന്നത് ടു കമ്പ്യൂട്ട് ദ ആവറേജ് റേറ്റ് ഓഫ് സ്പീഡ്, ആവറേജ് റേറ്റ് ഓഫ് പ്രോഫിറ്റ്, ആവറേജ്
പ്രൈസ് എക്സെട്ര പോലെയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജോമെട്രിക് മീൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ യൂസസ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദി ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സ്കാറ്റേർഡ് ഡയഗ്രം. സ്കാറ്റേർഡ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ കോറിലേഷൻ പഠിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡിവൈസസ് ആണ്. അതിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിൽ നമ്മൾ വേരിയബിൾസ് മറ്റേതിൽ നമ്മൾ പ്രൈസ് എടുക്കും. എന്നിട്ട് പിന്നെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ സെയിം ഡയറക്ഷൻ ആണോ എന്നുള്ളത് നോക്കാനാണ് സ്കാറ്റേർഡ് ഡയഗ്രം. ദെൻ ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ അമംഗ് ദ ഗ്രാഫിക്കൽ ഡിവൈസസ് ആണ് ലോറൻസ് കർവ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീക്വാലിറ്റീസ് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഓർ വെൽത്ത് ആണ്. വെൽത്തിനെയോ ഇൻകത്തിനെയോ നമ്മൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡിവൈസസ് ആണ്. ഇറ്റ് ഗീവ്സ് മോർ ഡീറ്റെയിൽ ഇൻഫർമേഷൻ അബൌട്ട് ദ എക്സാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം. വെൽത്തും ഇൻകത്തിൻ്റെ എക്സാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഇനീക്വാലിറ്റീസ് മനസ്സിലാക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡിവൈസസ് ആണ് ലോറൻസ് കർവ്. ദെൻ വാട്ട് ആർ ദ യൂസസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ദിസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. ആൻഡ് പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ് ടു മെഷർ ദ സ്പെഷ്യലൈസ്ഡ് ആവറേജ്. അതായത് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഇതുപോലെ ഇക്കണോമിക് ബാരോമീറ്റേഴ്സായിട്ട് നമ്മൾ ഇൻഡെക്സ് നമ്പറിനെ കണക്കാക്കുന്നുണ്ട്. കാരണം ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഇക്കണോമിക് ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ബാരോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ്. എന്തിനു ഉപയോഗിക്കുന്നതാണ്? ഫോർ മെഷറിംഗ് ദ ഡിഫറൻസസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം വേരിയബിൾസിൻ്റെ ആ റിലേറ്റീവ് ചേഞ്ചസ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിലൊന്ന് നമ്മളൊരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പേർപ്പസ് ഓഫ് ഇൻഡെക്സ് നോക്കണം. ഏത് പേർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബേസ് പീരീഡിൻ്റെ സെലക്ഷൻ, ഏത് ബേസ് പീരീഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കണം. നോർമൽ പീരീഡ് ആയിരിക്കണം, അബ്നോർമാലിറ്റീസ് ഒഴിവാക്കണം. എർത്ത് ഫാമിൻ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇയറൊന്നും ബേസ് പീരീഡ് എടുക്കാൻ പാടില്ല. പിന്നെ ഓരോന്നിലും എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ പ്രൈസ് കൊട്ടേഷൻസ് എങ്ങനെയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ആവറേജ് എങ്ങനെയാണ് സെലക്ട് ചെയ്യണം. ഇൻഡെക്സ് നമ്പർ നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ആവറേജാണ് ജോമെട്രിക് മീൻ ഉപയോഗിച്ചിട്ടാണ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ മെയിനായിട്ട്. പിന്നെ അപ്രോപ്രിയേറ്റ് വെയിറ്റ് നോക്കണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ the problem of selecting suitable weight is quite important. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ the term weight refers to the relative importance of different items. ഓരോന്നിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് നോക്കാൻ നമ്മൾ വെയിറ്റ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഫോർമുല, ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആണ് അതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ബേസ് ഷിഫ്റ്റിംഗ്, വാട്ട് ഈസ് സ്പ്ലൈസിങ് ആൻഡ് വാട്ട് ഈസ് ഡിഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ബേസ് ഓഫ് ആൻ ഇൻഡെക്സ് നമ്പറാണ്. ബേസ് ചേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ബേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ടു റീസൺസ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന പ്രീവിയസ് ബേസ് പീരീഡ് ടു ഓൾഡ് ആയിരിക്കും, പഴയതായതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിസൺ പർപ്പസിനൊന്നും പോസിബിൾ ആകുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സീരീസിൽ വരുന്ന സമയത്ത് അത് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടാവും. കമ്പാരിസൺ ഹാസ് നോട്ട് മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് ബേസ് പീരീഡ്. അപ്പോൾ ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടു ഓൾഡ് ആകുന്ന സമയത്ത് പഴയ പ്രീവിയസ് ബേസ് പീരീഡ് ഉപയോഗിക്കാൻ പറ്റാത്ത കേസിൽ ആ ഇൻഡെക്സിൻ്റെ ബേസ് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ബേസ് ഷിഫ്റ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊസീജിയർ ഫോർ കമ്പൈനിങ് ടു ഓർ മോർ ഓവർലാപ്പിംഗ് സീരീസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻടു വൺ കണ്ടിന്യൂസ് സീരീസ് ആണ്. അതായത് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള രണ്ടോ അതിൽ കൂടുതലോ സീരീസിനെ പിന്നെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് സീരീസാക്കി മാറ്റുന്നതാണ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ എനേബിളിംഗ് കമ്പാരിസൺ ബിറ്റ്വീൻ ന്യൂ ആൻഡ് ഓൾഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. ന്യൂ ഇൻഡെക്സ് നമ്പറും ഓൾഡ് ഇൻഡെക്സ് നമ്പറും തമ്മിലുള്ള കമ്പാരിസൺസ് മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് സ്പ്ലൈസിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡിഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് അലവൻസസ് ഫോർ ദി ഇഫക്റ്റ് ഓഫ് ചേഞ്ചിങ് ഇൻ പ്രൈസ് ലെവൽ. അതായത് പ്രൈസ് ഉണ്ടാകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കൺസിഡറേഷൻ ഒരു അലവൻസസ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയാണ് വാട്ട് ആർ ദ ടെസ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി. ടെസ്റ്റ് ഓഫ് കൺസിസ്റ്റൻസിയിൽ മെയിനായിട്ട് വരുന്ന രണ്ടാണ്. പ്രൊഫസർ ഇർവിംഗ് ഫിഷർ കണ്ടുപിടിച്ച ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും. ഈ രണ്ട് ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറാണ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫിഷേഴ്സ് ഇൻഡെക്സിനെ ഐഡിയൽ ഇൻഡെക്സ് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ഫോർ സ്റ്റഡിങ് ഓർ നോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു
വേരിയബിൾസ്. അതേപോലെ തന്നെ റിഗ്രഷനും ഇറ്റ് ഈസ് അനദർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ സ്റ്റഡിയിങ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്. അപ്പോൾ അത് രണ്ടും കാര്യമായിട്ട് നോക്കുക. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കുക. പിന്നെ എന്താണ് പ്രോബബിലിറ്റി, അതിൻ്റെ തിയറംസ് എന്തൊക്കെയാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓഫ് എൻ ഈവൻറ്റിനാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ന്യൂമറിക്കൽ വാല്യൂ വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 and 1. അതായത് പ്രോബബിലിറ്റീൻ്റെ ആൻസർ എപ്പോഴും 0-നും 1-നും ഉള്ളിലുള്ള ഒരു ന്യൂമറിക്കൽ ഫിഗർ ആയിരിക്കും. 1-നേക്കാൾ മുകളിൽ പോകുമ്പോൾ ആ പ്രോബബിലിറ്റി തെറ്റാണ്. ദെൻ അതിൻ്റെ തിയറംസ്, അഡീഷണൽ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉണ്ട്, അത് നോക്കുക. ദെൻ നെക്സ്റ്റ് സ്പീഡാക്കുന്നത് ഡാറ്റ ലിമിറ്റ് കൂടുന്നതുകൊണ്ടാണ്. ദെൻ വാട്ട് ഈസ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ മീൻസ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ടേക്കിംഗ് സം ഓർ ഓൾ ഐറ്റംസ് ഓഫ് എ സീരീസ്. അതായത് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു വേർഡ്, അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ ഫുൾ ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് എത്രത്തോളം അറേഞ്ച്മെൻറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണ് പെർമ്യൂട്ടേഷൻ. അതിനൊരു ഫോർമുലയുണ്ട് NPR. സോ NPR is equal to n factorial divided by n minus r factorial ആണ്. ദെൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. മറ്റേത് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്, ഇത് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ സെലക്ടിങ് സം ഓർ ഓൾ അതർ ഐറ്റംസ് ഇൻ എ സീരീസ്. ഒന്നുകിൽ കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ സീരീസിലുള്ള എല്ലാ ഐറ്റംസും ഉപയോഗിച്ചിട്ട് എത്രത്തോളം ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കോമ്പിനേഷൻ. സോ കോമ്പിനേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ NCR. സോ NCR is equal to n factorial divided by n minus r factorial into r factorial ആണ് എൻ്റെ ഫോർമുല. ദെൻ വാട്ട് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതായത് ഒരു ഒന്നിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റിൻ്റെ പ്രോബബിലിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബേസ് തിയറും കൂടി നോക്കണം. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി നമ്മളൊരു ന്യൂമറിക്കൽ വാല്യൂ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. 3 തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ 3 തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനെ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനിലാണ് പെടുത്തുന്നത്. ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് വരുന്നതാണ് പോയ്സൺ പ്രോബബിലിറ്റി ആൻഡ് ബൈനോമിയൽ പ്രോബബിലിറ്റി. ദെൻ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അണ്ടറിൽ വരുന്നതാണ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, എന്തിനെക്കുറിച്ചാണ്, സക്സസും ഫെയിലറും നോക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സക്സസും ഫെയിലിയറും നോക്കുന്നതാണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഡിക്റ്റിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് റെയർ ഈവൻറ്റ്സ് ആണ്. അതായത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് പോലെയുള്ള റെയർ ഈവൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ ഒരു പ്രത്യേക അസുഖം വന്ന് മരിച്ച ആൾക്കാരുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു റോഡിലുണ്ടാകുന്ന ആക്സിഡൻറ്റിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ ബൂത്തിൽ വന്ന കോളിൻ്റെ എണ്ണം, ഇതുപോലെയുള്ള റെയർ ഈവൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോബബിലിറ്റിയാണ് പോയ്സൺ പ്രോബബിലിറ്റി. പിന്നെ നോർമൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കണം നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. The next, what is business forecasting and what are the steps and methods of business forecasting, അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ വളരെ വളരെ സ്പീഡോടുകൂടിയാണ് ആൻസേഴ്സ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം എൻ്റെ ആ സിറ്റുവേഷൻ അതാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി ഇതിൻ്റെ എല്ലാം ഭാഗത്തുനിന്ന് പ്രോബ്ലംസും ചോദിക്കാൻ സാധ്യതയുണ്ട്. കോറിലേഷൻ്റെ പ്രോബ്ലം, റിഗ്രഷൻ്റെ പ്രോബ്ലം, ആവറേജ് കണ്ടുപിടിക്കുക, അതുപോലെ പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ഇൻഡെക്സ് നമ്പർ പോലെയുള്ള പ്രോബ്ലംസും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ some of the important and expected questions which are to be asked in the coming first semester first year SDE BCOM Kannur University students. I hope you all are interested with my explanation. Do support for me. Thank you.